ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു 3 പീസ് നൈറ്റി തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല ഭംഗിയിലും പിന്നെ നമ്മൾ പൈപ്പിംഗ് ഒക്കെ വെച്ചാണ് ചെയ്യുന്നത്. പൈപ്പിംഗ് നമ്മൾ റെഡിമെയ്ഡ് പൈപ്പിംഗ് അല്ലാതെ തന്നെ നമുക്ക് കയ്യിലുള്ള തുണി വെച്ചിട്ട് കട്ട് ചെയ്ത് പൈപ്പിംഗ് എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള നൈറ്റി പീസാണ്. അപ്പോൾ ഇത് 290 ആണ് ഉള്ളത്, അതായത് 2 മീറ്ററും 90 സെൻറ്റിമീറ്ററും തുണിയാണ്. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. ഇതിപ്പം നിങ്ങൾക്ക് നേരെ തന്നെ ഇട്ട് മാർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് കാണാത്തത് കൊണ്ട് ഞാൻ ഈ തുണി ഒന്ന് തിരിച്ചിടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇത് മാർക്കിങ് തീരെ കാണത്തില്ല, നിറയെ പുള്ളികളുള്ള ഒരു ടൈപ്പ് തുണിയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ഇതേപോലെ രണ്ടായിട്ട് മടക്കി, അങ്ങനെയാണ് നമുക്ക് തുണി കിട്ടാറുള്ളത്. പിന്നെ വേണ്ടത് ഒന്നുകൂടെ നമുക്ക് വീതിയിൽ മടക്കിയിട്ട് കൊടുക്കുക. ഇതാ കണ്ടോ, ഇതേപോലെ 4ആയിട്ട് വീതിയിൽ നമ്മൾ മടക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡറാണ് എടുക്കാൻ പോകുന്നത്. ഞാനിവിടെ XXL സൈസിൻ്റെ ആണ് കാണിക്കുന്നത്. ഷോൾഡർ ഞാനിവിടെ 7.5 എടുത്തു കൊടുക്കുകയാണ്. 7.5 ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് താഴേക്കും സെയിം 7.5 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും 7.5 തന്നെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് താഴ്ഭാഗത്താണ് മാർക്ക് ചെയ്യുന്നത്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി എന്താ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിലേക്ക് മുട്ടിക്കുക. കണ്ടോ, അപ്പോൾ ഞാൻ വേറൊരു ചോക്കിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ തീരെ കാണത്തില്ലായിരുന്നു. ഇവിടെ നമ്മൾ ലെങ്ത് യോക്കിൻ്റേത് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെക്കുക. ഒരുപാട് ഇങ്ങനെ കർവ് ചെയ്യേണ്ട, ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഒത്തിരി കർവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഇരിക്കും നമ്മൾ ഞൊറിവൊക്കെ ഇട്ട് കഴിയുമ്പോൾ. നെക്ക് ഞാനിവിടെ 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴേക്ക് നമുക്ക് ഫ്രണ്ട് നെക്ക് ഒരു 6 ഇഞ്ചിന് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് ഞാനിവിടെ 3 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് നമുക്കൊരു ബോക്സ് പോലെ മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് നമുക്ക് റൗണ്ട് നെക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഇതുപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഫ്രണ്ടിൽ നമ്മൾ 3 പീസിൻ്റെ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡിസൈൻ ചെയ്യണം. ഇവിടുന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഈ ഒരു ഷേപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഇനി വേണ്ടത് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഞാൻ എടുക്കുന്ന ഒരു ഏകദേശ അളവാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇവിടം വരും മാർക്കിങ്. സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് നീക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു 1.25 എടുത്താലും മതി. ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇനി ആ മുകളിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് ഇതിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മാർക്കിങ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സാധാരണ പ്ലീറ്റഡ് നൈറ്റിയാണ്. അതിൽ നമ്മൾ 3 പീസ് വരുന്ന രീതിയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു മോഡൽ ഇതുവരെ ഈ നൈറ്റി ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ വരുമോ എന്ന് നോക്കാം. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കുറേ പേരൊക്കെ കാണിക്കുന്ന വേറെ ഒരു ടൈപ്പാണ്. പക്ഷേ സാധാ പ്ലീറ്റഡ് നൈറ്റിയിൽ തന്നെ ഈ ഒരു രീതി വളരെ കുറവാണ്. അപ്പോൾ കൈയുടെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്ന 8 ആണ്. താഴേക്ക് നമുക്കൊരു 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടുന്ന് 3.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഒന്ന് കർവ് ചെയ്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ എടുക്കുന്നില്ല, നമുക്ക് ഏകദേശം അറിയാമല്ലോ, അതനുസരിച്ച് അങ്ങ് എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മുടെ അത്രയും മാർക്കിങ് കഴിഞ്ഞു. ഇനി ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്യുന്നു. ഇനി ഇത് നിവർത്തിട്ട് ഇത് നമുക്ക് 2 പീസാക്കണം. ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ 3 പീസ് വെക്കുന്നുള്ളൂ, ബാക്കിൽ നമ്മൾ ഒറ്റ പീസാണ് കേട്ടോ. അതുകൊണ്ട് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നെക്കൂടെ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 തുണി ഒരുപോലെ ഇട്ടാണെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് സൈഡ് പീസ് മാറ്റിയെടുക്കണം. അപ്പോൾ കണ്ടല്ലോ, ഇനി ബാക്കാണിത്. അപ്പോൾ അത് ഞാൻ നിവർത്തി കാണിച്ചു തരാം. ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ വേറെ പീസൊന്നും കട്ട് ചെയ്യുന്നില്ല, അത് നമ്മൾ മാറ്റി വെച്ചു. ഇനി ഫ്രണ്ട് സൈഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്തുകൂടെ ആദ്യത്തേത് നമുക്ക് കട്ട് ചെയ്യാം. ഇതേപോലെ മുകളിൽ വരെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആ നെക്ക് നമ്മൾ 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്താണ്. ഒട്ടും തെറ്റി പോകരുത്. ഞാൻ ഈ കാണിക്കുന്ന അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് റെഡിയായി.
രണ്ട് വശത്തും നമുക്ക് ഇതേപോലെ വെക്കാവുന്ന പീസും റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാനത് മാറ്റുന്നില്ല, ഞാൻ സെയിം കളർ തന്നെയാണ് വെക്കുന്നത്. ഇനി അടുത്ത സ്ലീവാണ്. സ്ലീവും നമ്മൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴ്വശമാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം സ്ലീവിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തു. കുഴിച്ചൊന്നും ഞാൻ എടുക്കുന്നില്ല, ചിലരങ്ങനെ കുഴിച്ചെടുക്കാറുണ്ട്. പക്ഷേ നമുക്കത് ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ലൂസായിട്ടുള്ള ഡ്രസ്സല്ലേ, അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇനി വേണ്ടത് ഇവിടുന്ന് 2 ഇഞ്ചും ഇവിടുന്ന് 2 ഇഞ്ചും വരച്ച് ഒരു ബോക്സ് പോലെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ മാർക്കിംഗ് ഒന്നും വേണ്ട, നമ്മളിത് ഓൾറെഡി ആ സ്ലീവ് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഒരു അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കാണിച്ചു തന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തു. ആ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് നമ്മളങ്ങ് കട്ട് ചെയ്യുകയാണേ. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ആ മാർക്ക് ചെയ്തത് ഇതുപോലെ ഒന്ന് കുഴിച്ചെടുക്കാം. അപ്പോൾ ഇത് ആം ഹോളിൻ്റെ ബാക്കി ഇവിടെയാണ് നമ്മൾ ഈ കുഴിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ മുകൾ ഭാഗം 10 ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട്, ബാക്കി താഴ്വശത്തുനിന്ന് കിട്ടുമെന്ന്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചുരുങ്ങി വരും. ഇതിങ്ങനെ ചേർന്ന് വരുമ്പോൾ ഇത്രയും ആം ഹോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇത്രയും ആം ഹോൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ സ്ലീവും നമ്മൾ കട്ട് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അന്നേരം നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 10.5 മതി. ഒരു 1.5 ഇഞ്ചോളം നമുക്ക് തയ്യൽ തുമ്പ് കൂടുതൽ കിട്ടുകയും ചെയ്യും. കുറച്ച് കൂടുതൽ കിടന്നാലും കുഴപ്പമില്ല, നമുക്ക് സൈസ് വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് കുഴിച്ച് ആ തുമ്പിലേക്ക് എടുക്കുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ അവിടെ ഇങ്ങനെ നമ്മൾ തയ്ക്കുമ്പോൾ വീർത്തിരിക്കാതിരിക്കാനാണ്. കുറച്ചൊന്ന് കുഴിച്ചെടുക്കുകയാണെങ്കിൽ ആ നെഞ്ചിൻ്റെ ആ ഭാഗത്ത് നമുക്കൊന്ന് ഒതുങ്ങി ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ക്രോസ് പീസിനുള്ള തുണി ഞാൻ സെയിം കളർ തന്നെ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് വേറൊരു കളറായിട്ട് തോന്നും, പക്ഷേ ഇതിന് നല്ല മാച്ചാണ് ഈ കളറ്. അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. 1.25 ഇഞ്ച് വീതിയിൽ ഞാൻ ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് വള്ളി ആയിട്ട് നമ്മൾ തയ്ച്ചെടുക്കരുത്, നമുക്ക് ക്രോസ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പം നമ്മൾ ചരിച്ച് ഇതുപോലെ എടുക്കണം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പൈപ്പിങ് വളയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു 3 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറേ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. സ്ലീവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാമെന്നാണ്. അപ്പോൾ ഞാൻ സ്ലീവിന് വെക്കുന്നില്ല. മിച്ചമുള്ള പീസ് ഇത് നെക്കിൻ്റെ താഴ്വശത്ത് ഞാൻ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് കട്ട് കിട്ടുമല്ലോ, കട്ടിയുള്ള തുണി ആയതുകൊണ്ടാണ് അവിടെ അത് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് അത്രയും കിട്ടിയില്ല, അപ്പോൾ ബാക്കി ഞാൻ ലൈനിങ് തുണിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പീസിന് വേണ്ടിയിട്ട്. കട്ടിയുള്ള തുണി കിട്ടുവാണെങ്കിലും നല്ലതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിങ് വെക്കാനാണെങ്കിൽ ഈ അകത്തെ പീസ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ചുകൂടെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കവർ ചെയ്തിരിക്കും. 2 ലെയർ ആകുമ്പോൾ കുറച്ചുകൂടെ കട്ടിയും വരും. അപ്പോൾ നല്ലതാണ് നമുക്കത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ വെക്കാം. അങ്ങനെയാണെങ്കിൽ പൈപ്പിംഗ് ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്കിൻ്റെ ഇവിടെ വേറൊരു കളറാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2 വശത്തും ഇതേപോലെ പൈപ്പിംഗ് നമ്മൾ ചെയ്തെടുക്കും. പിന്നെ നെക്കിൻ്റെ പോർഷനിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ വി ഷേപ്പിൽ പൈപ്പിംഗ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ പറ്റുമെങ്കിൽ നിങ്ങൾ അകത്തുള്ള ഈ പീസുകളും എല്ലാം കട്ട് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയുള്ള പീസാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നൈറ്റിക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ടാവും, കുറച്ചൊരു കട്ടിയും കൂടെ തോന്നിക്കും, ഒത്തിരി തളർന്നായിട്ട് കിടക്കില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കട്ടിങ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. 1-ാം തീയതി മുതൽ നമ്മൾ പുതിയ അടിപൊളി മെറ്റീരിയൽസ് ഒക്കെ ഇടുന്നതാണ്. ചുരിദാർ മെറ്റീരിയൽസും ഒരുപാട് ബൾക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി മുതൽ നല്ല സെയിൽ നമ്മൾ ചുരിദാർ മെറ്റീരിയൽസിന് ചെയ്യുന്നതാണ് കേട്ടോ. ആദ്യമൊക്കെ തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം എടുത്തത്. അപ്പോൾ ഇനി മുതൽ കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ടൊന്ന് അമർത്തിയേക്കണം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.